ഗായ്സ്, നമ്മളിപ്പോൾ ഈ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ദിവസത്തിലൂടെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അമ്മുക്കുട്ടിയുടെയും നമ്മുടെ കുഞ്ഞിക്കുട്ടൻ്റെയും ലാസ്റ്റ് ചെക്കപ്പിൻ്റെ ദിവസമാണ് കേട്ടോ ഗായ്സ്. അമ്മുക്കുട്ടി കോളിമ്പല്ലടിക്കുന്ന നിമിഷം ഉണ്ടല്ലോ, എൻ്റെ മനസ്സോടി കടന്നു പോകുമായിരുന്നു. ഞാൻ ആ കുഞ്ഞുവാവിനെ കയ്യിലിങ്ങനെ എടുക്കുന്ന ആ ഒരു മൊമെൻറ്റ്. ഒട്ടേറെ പേടിയും ആകാംക്ഷയും സന്തോഷവും ഒക്കെ ഉള്ളിലിങ്ങനെ അടക്കി വെച്ചാണ് കേട്ടോ ആളെ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു കേട്ടോ. വേറൊന്നുമല്ല, എന്തുമാത്രം ഇമോഷണൽ ഫീലിങ്ങുകൾ ഉടലെടുക്കുന്ന ഒരു നിമിഷമാണ് ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആ ഒരു അവസാന ചെക്കപ്പിന് ശേഷം അവർ വരുവാണ് കേട്ടോ. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അമ്മുക്കുട്ടിയോട് തന്നെ ഒന്ന് ചോദിക്കാവേ. എന്താ ഐഡിയ? നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആവുകയാണ് ഗൈസ്. കാരണം എന്താ, ഫ്ലൂയിഡിന്റെ എണ്ണമൊക്കെ കുറവാണ്. വെള്ളവും മാങ്ങാത്തലയൊക്കെ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമുക്കിന്ന് സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൂയിഡ് കുറവാന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളോട് 17-ാം തീയതിയാണ് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആവും. മാത്രമല്ല ഗൈസ്, ഞങ്ങളുടെ ആ റൂട്ട് ഇച്ചിരി നമുക്ക് 30 കിലോമീറ്ററോളം ഇങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അരൂർ കുമ്പളം റോഡിന്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇച്ചിരി നേരത്തെ അഡ്മിഷൻ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അധികം റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ അഡ്മിറ്റ് ആക്കുവാണ്. നേരത്തെ വേണമെങ്കിൽ ചുട്ടുപണി. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് പേപ്പറുകൾ വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ താഴത്ത് പോയി റൂം സെറ്റ് ആക്കുന്നു അല്ലേ? അതെ, ബാക്കിയെല്ലാം നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥിച്ചിട്ടും മതിയാകാത്ത നിമിഷങ്ങളാണെങ്കിലും അമ്മുക്കുട്ടിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ഞാൻ അങ്ങനെ വെറുതെ വിടാറില്ല കേട്ടോ. കുഞ്ഞുബാവയുടെ സ്വഭാവമായതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മുക്കുട്ടീനെ നടത്തിക്കാൻ എപ്പോഴും ഒരാൾ കൂടെ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടിക്ക് വാർഡ് റെഡി ആയിട്ടുണ്ട്. ആളെ ഒന്ന് വാർഡിലോട്ട് മാറ്റിയിട്ട് വേണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോകുന്നിരിക്കുവാണ്. അമ്മൂസും അമ്മയും പിന്നെ ആരതിയും ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ അവൾക്കെന്തോ ഫ്ലൂയിഡിൻ്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടും ഹോസ്പിറ്റലുമായിട്ട് ഏകദേശം 30-35 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഈ റൂട്ടിൽ ഇപ്പോൾ റോഡ് പണിയും തിരക്കും ട്രാഫിക്കൊക്കെ ആയിട്ട് ഭയങ്കര റഷാണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റാത്ത കാരണം അഡ്മിറ്റ് ആക്കിയാളെ. അപ്പോൾ നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് നമുക്ക് റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വാർഡിലാണ് അമ്മൂസനെ ആക്കിയേക്കണേ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. ഹോസ്പിറ്റലിലോട്ട് എത്തി കേട്ടോ. ഇനി അമ്മുക്കുട്ടീനെ കാണണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആളെ കാണാതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അമ്മുക്കുട്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ ചെന്നിട്ട് വേണം അമ്മയ്ക്കും ആരതിക്കും ഒക്കെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ അമ്മയും ആരതിയൊക്കെ പോയി. അപ്പൊ ഞാനും അമ്മൂസും കൂടി നല്ല കാറ്റൊക്കെയാണ് പുറകിൽ. മഴയൊക്കെ നോക്കി ഇങ്ങനെ പയ്യെ. അപ്പോ ഇനി നമുക്ക് റൂം കൂടി കിട്ടണം. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഓക്കെ ആയി കേട്ടോ. അങ്ങനെ അവസാനം നമുക്ക് റൂം കിട്ടി കേട്ടോ. ഞാനെന്തേ നമുക്ക് കൂടെ കിടക്കുവാണ്. ഞങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു കഴിച്ചു. കാരണം രാവിലെ മുതലേ ഈ റൂം നോക്കിയുള്ള ഇരിപ്പായിരുന്നു. അവസാനെങ്കിലും നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല അല്ലേ. പിന്നെന്താ, പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി കണ്ടിട്ട് ധാരാളം പേര് മെസ്സേജ് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിക്കാനും പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. മെയിനായിട്ട് സ്റ്റോറി ഇട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നാ അഡ്മിറ്റ് ചോദിക്കണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റോറി ഇട്ടേ. പക്ഷെ ഇട്ട് കുട്ടിക്ക് എല്ലാവരും മെസ്സേജ് വാവുന്നോ. ആൾക്ക് പെയിൻ കയറി വന്നു നോക്കി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഞങ്ങള്. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും അല്ലേ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇനിയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയേക്കോ. നമ്മൾ അടുത്ത അപ്ഡേഷനൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ.